ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം മനീഷ. നമ്മളിന്ന് പറയാൻ പോകുന്നത് വ്രോങ്ഫുൾ റിസ്ട്രെയിനും വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റിനെയും കുറിച്ചാണ്. വ്രോങ്ഫുൾ റിസ്ട്രെയിൻ എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി നിയന്ത്രിക്കുന്നതിനെയാണ് വ്രോങ്ഫുൾ റിസ്ട്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി തടവ് ചെയ്യുന്നതിനെ. ഇത് ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 339 മുതൽ 348 വരെയാണ് പറയുന്നത്. സോ ഇവിടെ ഒരു പേഴ്സൻ്റെ ഫ്രീഡം ഓഫ് മോഷനെ മറ്റൊരാൾ വോളണ്ടറിലി വന്ന് ഇൻ്റർഫെയർ ചെയ്യുകയാണ്. ഒരു പേഴ്സണെ അയാൾക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള റൈറ്റ് ഉണ്ട്, ബട്ട് ആ റൈറ്റിനെ മറ്റൊരാൾ തടഞ്ഞു നിർത്തുന്നതിനെയാണ് വ്രോങ്ഫുൾ റിസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ നിനക്ക് കോഴിക്കോട് മാത്രം പോകാൻ പറ്റില്ല. അങ്ങനെ പറയുന്നതിനെയാണ് വ്രോങ്ഫുൾ റിസ്ട്രെയിൻ എന്ന് പറയുന്നത്. അത് സെക്ഷൻ 339 പറയുന്നത്. അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൈവറ്റ് ഹോട്ടലിലേക്ക് ഒരാൾ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ടാകും. സെക്യൂരിറ്റീസിന് ഇവരെ തടഞ്ഞു നിർത്താനുള്ള ഒരു അവകാശം ഉണ്ട്, അവർക്ക് അതിന് റൈറ്റ് ഉണ്ട്. സോ അത് ഇവിടെ ഒരു എക്സെപ്ഷൻസ് ആയിട്ട് വരികയാണ്. ദാറ്റ് ഈസ് നോട്ട് ആൻ ഒഫെൻസ്. സെക്ഷൻ 339 വ്രോങ്ഫുൾ റിസ്ട്രെയിനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ പണിഷ്മെൻറ്റ് 341 പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ടു 1 month ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ ഫൈൻ 100 rupees ഇനി നെക്സ്റ്റ് വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റ് പറയുന്നത് സെക്ഷൻ 314 ഇവിടെ വ്രോങ്ഫുൾ റിസ്ട്രിക്ഷൻ വരുന്നുണ്ട്. ഒരു പേഴ്സണെ വ്രോങ്ഫുള്ളി റിസ്ട്രെയിൻ ചെയ്യുകയാണ് വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റിൽ. എന്നിട്ട് ഒരു ബിയോണ്ട് സർട്ടൻ സർക്കംസ്ക്രൈബിംഗ് ലിമിറ്റ്സ്, ആ ഒരു സർക്കംസ്ക്രൈബിംഗ് ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി അയാൾ കൺഫൈൻ ചെയ്യുന്നതിനാണ് വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബീനെ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടു. അപ്പോൾ ആ ബിക്ക് എന്താ ചെയ്യാൻ കഴിയുക? ആ റൂമിൽ മാത്രമോ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കാൻ പറ്റുള്ളൂ, പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് വ്രോങ്ഫുൾ റിസ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം പോകാൻ പറ്റില്ല, ബാക്കി എല്ലായിടത്തും പോകാം. അതാണ് വ്രോങ്ഫുൾ റിസ്ട്രെയിനും ഇതാണ് വ്രോങ്ഫുൾ കൺഫൈൻ. രണ്ടും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. ഈ വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത് 342 അത് എക്സ്റ്റെൻഡ് ടു 1 year ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ ഫൈൻ 1000 നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അഗ്രിവേറ്റഡ് ഫോം ഓഫ് വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. കുറച്ചുകൂടി ഗാഢത കൂടിയ കുറച്ച് ഒഫൻസസ് ആണ് വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റിൻ്റെ. അതിൽ 343 മുതൽ 348 വരെയാണ് പറയുന്നത്. സോ 343 എന്ന് പറയുന്നത് ഒരാളെ 3 കൂടുതൽ ദിവസമോ ഇയാളെ വ്രോങ്ഫുള്ളി കൺഫൈൻ ചെയ്യുക, അയാൾ തടഞ്ഞു നിർത്തുക. അതിൻ്റെ പണിഷ്മെൻറ്റ് 2 year ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ ഫൈനോ അല്ലെങ്കിൽ രണ്ടും. രണ്ടാമത്തേത് 344 344 പറയുന്നത് വ്രോങ്ഫുള്ളി കൺഫൈൻ ചെയ്യുകയാണ് 10 കൂടുതൽ ദിവസമോ. അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 3 വർഷം ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ ഷാൽ ബി ലയബിൾ ടു ഫൈൻ. നെക്സ്റ്റ് 345 പറയുന്നത് സെക്ഷൻ 345 പറയുന്നത് വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റ് ഓഫ് എ പേഴ്സൺ, അയാളുടെ ലിബറേഷൻ റിട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഇയാളെ വ്രോങ്ഫുള്ളി കൺഫൈൻ ചെയ്യുകയാണ്. അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ 2 years ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ ലയബിൾ ടു ഫൈൻ. ഇനി നെക്സ്റ്റ് സെക്ഷൻ 346 346 പറയുന്നത് വ്രോങ്ഫുള്ളി കൺഫൈൻമെൻറ്റ് ഇൻ സീക്രട്ട്, ഒരാളെ സീക്രട്ടായിട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ്. ഇനി 347 പറയുന്നത് വ്രോങ്ഫുള്ളി കൺഫൈൻമെൻറ്റ് ടു എക്സ്ട്രോഡ് ഒരാളെ വ്രോങ്ഫുള്ളി കൺഫൈൻ ചെയ്തിട്ട് അയാളുടെ പ്രോപ്പർട്ടീസൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആക്ട് ചെയ്യുക ഇയാളുടെ ഹെൽപ്പോട് കൂടി. അതിനാണ് 347 പറയുന്നത്. അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ 3 years അതുപോലെ തന്നെ ലയബിൾ ടു ഫൈൻ. ഇനി അവസാനത്തെ സെക്ഷനാണ് 348 പറയുന്നത് വ്രോങ്ഫുള്ളി കൺഫൈൻ ചെയ്തതിന് ശേഷം അയാളുടെ എക്സ്ട്രോഡ് കൺഫെഷൻ എന്താണ്? കുമ്പസാരം, അയാളുടെ കുറ്റസമ്മതം അല്ലെങ്കിൽ കുമ്പസാരമൊക്കെ പറയാം. ബിക്കോസ് അതായത് ഒരു ബാങ്ക് എംപ്ലോയിനെ നമ്മൾ തട്ടിയെടുത്തതിന് ശേഷം കൺഫൈൻ ചെയ്തതിന് ശേഷം അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുകയാണ്. പൈസ എവിടെയാണ് വെച്ചത്, ബാങ്കിൽ എവിടെയാണ് ക്യാഷ് ഉള്ളത് എന്നൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ ബാങ്ക് പോയിട്ട് കൊള്ളയടിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്, ഒരു ഇല്ലീഗൽ ആക്ട് ചെയ്യുക. 348 അതാണ് പറയുന്നത്. എന്നിട്ട് ഇയാളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എക്സ്ട്രോട്ട് ചെയ്യുക. സോ ഇത്രയുമാണ് വ്രോങ്ഫുൾ കൺഫൈൻമെൻറ്റും വ്രോങ്ഫുൾ റിസ്ട്രെയിനും പറയുന്നത്. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.